അപ്പൂനിപ്പോ അമ്പിമാമൻ കരുതുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് അവൾക്ക് അങ്ങനെ ചില പേടിയും സംശയങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള സത്യമാണ്. പക്ഷേ ഗീത തന്നെ മുൻകൈ എടുത്ത് അപ്പൂനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ഇല്ലെന്ന് അവൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവൾ സ്വയം നടത്തിയ ഒരു ബലി കഴിക്കലാണെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? ബി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് ആൾക്കാരുമായി നിരന്തരം ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഇത്രയും നാളത്തെ യാത്രക്കിടയിൽ അപ്പുവിൻ്റെ അതേ മാനസികാവസ്ഥ നേരിടേണ്ടി വന്ന ഒരുപാട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എനിക്കടുത്ത് പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അവരാരും തന്നെ മനസ്സുകൊണ്ടൊരു മടങ്ങിപ്പോക്കിന് തയ്യാറായതായി എൻ്റെ അറിവിലില്ല. അഥവാ അങ്ങനൊരു ഒത്തുതീർപ്പിന് അവർ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് പിന്നെ അധികകാലം ജീവിച്ചിരിക്കേണ്ടി വന്നിട്ടുമില്ല. അമ്പിമാമൻ എന്തൊക്കെയാ? അതേടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി അയാൾ ജനിച്ച ജെൻഡറിൽ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ തനിക്ക് ഇഷ്ടമുള്ള സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു ജെൻഡർ തിരഞ്ഞെടുക്കുക മാത്രമാണ് അയാൾക്ക് മുന്നിലുള്ള വഴി. അത് അയാളുടെ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്വാതന്ത്ര്യം ഒരാൾ ബലി കഴിക്കാൻ തയ്യാറായെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ: ഈ ഭൂമിയിലെ ജീവിതം അയാൾ എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ അപ്പു നിങ്ങൾക്ക് വേണ്ടി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ അങ്ങനൊരു ആപത്തിലേക്ക് തള്ളിവിടണോ വി പി? അത് മഹാപാപമാണെന്നേ ഞാൻ പറയൂ. നോ, അമ്പിമാമൻ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം കൊണ്ട് തോന്നുന്ന. അപ്പോൾ അമ്പിമാമൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു ജെൻഡർ ക്രൈസിസ് ഒന്നുമില്ല. എപ്പോഴോ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടി തോന്നിയെന്നുള്ളത് സത്യമാണ്. എന്നുവെച്ച് വി പി, തൻ്റെ ഒരു മനസമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ അതൊക്കെ വിശ്വസിക്കാം. പക്ഷേ സത്യം എന്താണെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പുവിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനാടോ ഇത്ര ധൃതി പിടിച്ച് അവളെ കെട്ടിച്ചുവിടാൻ നോക്കുന്നത്? അവളെ അവളുടെ ഇഷ്ടം പോലെ പഠിപ്പിക്കായിരുന്നില്ലേ വേണ്ടത്? എന്തേ പിന്നെ അതിന് ശ്രമിക്കുന്നില്ല? അതിപ്പോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എവിടെ വെച്ചായാലും പഠിക്കാലോ. ഇവിടുത്തെ കോളേജിൽ അവളുടെ പേര് ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പുവിനവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോഴാ എൻ്റെ ഫ്രണ്ട് ഗൗതം ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത്. നല്ലൊരു ബന്ധമാണെന്ന് കണ്ടപ്പോ എന്നാ പിന്നെ അതങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. സ്റ്റഡീസ് എബ്രോഡിലാണെങ്കിലും കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തൻ്റെ തീരുമാനം? അതെ, അതിൽ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വി പി, തന്നോടും ഈ കുടുംബത്തോടുമുള്ള സ്നേഹം കൊണ്ട് പറയുക, എടുത്തു ചാടി താനൊരു തീരുമാനം എടുക്കരുത്. അപ്പോൾ താൻ ഭയക്കുന്ന പ്രശ്നങ്ങൾക്ക് അതൊരിക്കലും ഒരു പരിഹാരമാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അപ്പുവായിട്ട് സംസാരിക്കട്ടെ. താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും കൂടി കൺവിൻസ്ഡ് ആയാൽ പിന്നെ ഞാൻ എതിർക്കില്ല. പക്ഷേ സത്യം എന്താണെന്ന് എനിക്കും കൂടി ബോധ്യപ്പെടണം. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്പിമാമ പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അവസാന വാക്ക്. ഇനി ആരെന്ത് പറഞ്ഞാലും ഈ പ്രപ്പോസലിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതിപ്പോ അമ്പിമാമനെന്നല്ല, ആര് പറഞ്ഞാലും ഞാനതിന് തയ്യാറല്ല. അപ്പുവിൻ്റെ കല്യാണം ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ ഭംഗിയായി നടക്കും. അത് നടത്താൻ എനിക്കറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരുടെ ഒരു അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. സോറി. ഹേയ്, സാരമില്ലടോ. അതിന് താനിപ്പോൾ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലുള്ളത് താൻ തുറന്നു പറഞ്ഞല്ലോ, അത് മതി. എന്നാ പിന്നെ തൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട, അല്ലേടോ? എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്പിമാമോട് ഉണ്ടാവുമല്ലോ? ഇല്ലടോ, എനിക്ക് ഇന്ന് തന്നെ പോണം. താൻ വരാൻ ലേറ്റ് ആവുമെങ്കിൽ നമുക്ക് അടുത്ത വരവിന് കാണാം. ശരി.
ഗീതേ, വിപിയോട് സംസാരിച്ചോ അമ്പിമാമ? നീ പറഞ്ഞത് ശരിയാണ്. VP ഒരു മൂഢസ്വർഗത്തിലാണ്. അതൊരു മായിക ലോകമാണെന്ന് അയാൾക്കറിയാമെന്നുള്ളതാണ് അതിൻ്റെ വിരോധാഭാസം. പക്ഷേ അത് വിട്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ അയാളുടെ മനസ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാനതിനെ ബ്രേക്ക് ചെയ്താലോ എന്ന് പേടിച്ചിട്ടാവണം വേഗം സംസാരം അവസാനിപ്പിച്ച് അയാൾ അങ്ങ് പോയത്. ഒരു തരത്തിൽ പറഞ്ഞ വിപിയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാ. അപ്പുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കള്ളം വിപിയോട് പറയേണ്ടിയിരുന്നില്ല. സാരമില്ല, പൊരുത്തപ്പെടാനാവാത്ത ഒരു സത്യം കുറച്ചു കാലത്തേക്ക് നീ മൂടി വച്ചു. പക്ഷേ VPയെ പോലൊരു വിവേകശാലിയായ ഒരു മനുഷ്യന് ആ മൂടിവെക്കൽ നിഷ്പ്രയാസം കണ്ടെത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പകരം അയാളുടെ സ്വാർത്ഥനായ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അതൊരു സൗകര്യമാക്കിയെടുത്തു. അതിൻ്റെ പുറത്ത് അയാൾ സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു കോട്ട കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ താൻ കെട്ടിപ്പൊക്കുന്ന ഈ കോട്ട ഒരു മഞ്ഞുപാളിയുടെ പുറത്താണെന്ന് പാവം VP അറിയുന്നില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞതായി അയാൾ ഭാവിക്കുന്നില്ല. യാഥാർത്ഥ്യത്തിന്റെ വെയിലടിക്കുമ്പോൾ മഞ്ഞുപാളികൾ ഉരുകി തുടങ്ങും. സുരക്ഷിതമെന്ന് VP വിശ്വസിച്ച കോട്ട നിലംപൊത്തുകയും ചെയ്യും. ആ വീഴ്ചയുടെ ആഘാതം VPക്ക് താങ്ങാൻ കഴിയുമോ എന്ന് എനിക്ക് നല്ല ആശങ്കയുണ്ട് ഗീത. ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ പറയുകയല്ല. VPക്ക് ഒരു നല്ല കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അയാളുടെ പോക്കിന്റെ അനന്തരഫലങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിന്റെയും അപ്പുവിന്റെയും ജീവിതത്തെ ആയിരിക്കും. അമ്പിമാമ പറഞ്ഞത് വളരെ ശരിയാ. വിപിയുടെ ചില നേരത്തെ സംസാരവും പ്രവൃത്തിയെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. പക്ഷെ വിപിയോട് ഇതെങ്ങനെ പറയും? ആര് പറയും? അതൊരു പ്രശ്നം തന്നെയാണ്. എന്നുവെച്ച് പൂച്ചയ്ക്ക് ആരെങ്കിലും മണികിട്ടിയല്ലേ പറ്റൂ. അതിന് നീ തന്നെ തയ്യാറായേ പറ്റൂ ഗീത. ആദ്യമൊന്നും വഴങ്ങാൻ VPയുടെ ഈഗോ സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ ആ ശ്രമത്തിൽ നീ വിജയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. ഞാൻ പറഞ്ഞ വിപി അനുസരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്പിമാമ വിചാരിച്ചാൽ ഏയ്, അത് ശരിയാവില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ ഇപ്പോൾ തന്നെ അയാൾ എന്നോട് അല്പം മുഷിഞ്ഞിട്ടാ പോയത്. തൻ്റെ കുടുംബകാര്യങ്ങളിൽ പുറത്തുനിന്ന് ഒരാൾ ഇന്റർഫിയർ ചെയ്യുന്നത് VP ആഗ്രഹിക്കുന്നില്ല. എത്രയൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ സർക്കിളിന് പുറത്തുള്ള ഒരാളല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VPയോട് ഈ കാര്യം പറയുന്നതിന് എനിക്ക് പരിമിതികളുണ്ടെന്ന്. നീ വിഷമിക്കണ്ട. യുക്തമെന്ന് തോന്നുന്ന ഒരു സമയം നോക്കി നീ VPയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ എതിർപ്പും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമാവുമ്പോൾ VP അതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. കഴിവതും ഇതൊന്നും അപ്പുവിൻ്റെ പ്രസൻസിലാവാതിരിക്കുക. ചിലപ്പോൾ അവളെ വിഷമിപ്പിക്കുന്ന പലതും VPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അയ്യേ, നീ ഇങ്ങനെ തളർന്നാലോ ഗീത? ഗീതേ, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. സാധാരണ ഏതൊരമ്മയും അടിപതറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാ നീ ഇപ്പോൾ കടന്നു പോകുന്നത്. തീ പിടിച്ചു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് സ്വന്തം കുടുംബത്തെ പൊള്ളലേൽക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ നീ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഒരു സ്ത്രീയുടെ, ഭാര്യയുടെ, ഒരമ്മയുടെ യഥാർത്ഥ വിജയം. നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും അപ്പുവിനോട് ഇങ്ങനൊരു നിലപാടായിരിക്കില്ല എടുക്കുന്നത്. സ്വന്തം മക്കളുടെ മനസ്സ് തിരിച്ചറിയുന്നിടത്താണ് ഒരമ്മയുടെ വിജയം. നീ അത് തിരിച്ചറിഞ്ഞവളാ.
അതുകൊണ്ട് ഗീതയെ എനിക്ക് ഉറപ്പു പറയാൻ കഴിയും, ഈ പരീക്ഷണത്തിൽ അന്തിമ വിജയം നിന്റേതായിരിക്കും. അതുകൊണ്ട് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ആ VP വരാൻ ഞാൻ കാക്കുന്നില്ല, ഞാൻ ഇറങ്ങുക. അപ്പൂസേ, അപ്പൂ. ആ സാധാരണ ഞാൻ വന്നു എന്നറിഞ്ഞാ ഒന്ന് വരവ് വെക്കെങ്കിലും ചെയ്യുമായിരുന്നല്ലോടോ. ഇന്ന് എന്തു പറ്റി എൻ്റെ അപ്പൂന്? ഇങ്ങനൊരു അവതാരം വന്നു എന്ന് പോലും അറിഞ്ഞില്ലല്ലോ. അമ്പിമമ്മ വന്ന കാര്യം അമ്മ പറഞ്ഞിരുന്നു. അച്ഛനുമായിട്ട് സീരിയസ് ഡിസ്കഷനിലായിരിക്കും എന്ന് വിചാരിച്ചാ ഞാൻ താഴോട്ട് വരാതിരുന്നു. കാര്യങ്ങളെല്ലാം അമ്മ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോ നീ എന്താ ഇങ്ങനെ? ആ പഴയ ചുണയും മിടുക്കുമൊക്കെ എവിടെ പോയി? അതെ, നീ ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ചിലരുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി ഇങ്ങനെ ചില ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നമ്മളാ തീരുമാനിക്കുക. ഇനി അങ്ങോട്ട് ഒരു ആൺജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നീ അത് തിരഞ്ഞെടുക്കണം. അത് നിന്റെ അവകാശമാണ്. ആർക്കും അത് ചോദ്യം ചെയ്യാനോ തിരുത്താനോ യാതൊരു അധികാരവുമില്ല, നിന്റെ അച്ഛനമ്മമാർക്ക് പോലും. പക്ഷേ എന്റെ തീരുമാനത്തില് അവരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല ഞാൻ. പക്ഷേ എനിക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ അങ്ങനെ ആയേ പറ്റൂ. എന്റെ മനസ്സിവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. ആരു പറഞ്ഞു മനസ്സിലാവുന്നില്ലെന്ന്? നീ എന്താണെന്നും നിന്നിലെ മനസ്സെന്താണെന്നും ഒരുപക്ഷെ നിന്നേക്കാൾ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട്, നിന്റെ അമ്മ. ആ ഇങ്ങനെ ഒരു അമ്മ കൂടെയുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത് അപ്പൂ? എന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വീട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത് അമ്മയാ. എനിക്കും അച്ഛനും ഇടയിൽ വല്ലാത്ത ശ്വാസം മുട്ടലുണ്ട് അമ്മയ്ക്ക്. എന്നാ ഞാൻ സ്വയം ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാ അമ്മ അതിനോട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ നീ സ്വയം ഒഴിഞ്ഞു തരുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അപ്പൂ? എന്തെങ്കിലും പറഞ്ഞാ ഇവൾ സ്വയം ഡിഫെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ അമ്പിമാമ, അതോടെ കേൾക്കുമ്പോൾ ഞാൻ ആകെ തകർന്നു പോവും. നീ എന്തിനാ അപ്പൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അല്ലെങ്കിലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമാവില്ലല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞാ നീയും VP ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങളുടേതായ മാത്രം കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാനാണ്. സത്യത്തിൽ അങ്ങനെ ഒരു അപ്രോച്ച് അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. നിന്റെ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ VP സ്വമനസാലെ തയ്യാറാവണം. അതുപോലെ തന്നെ നിന്റെ ഈ തീരുമാനം കൊണ്ട് VPക്കുണ്ടാകുന്ന മാനസികവും സാമൂഹികവുമായ ആഘാതത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നീയും തയ്യാറാവണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരസ്പരമുള്ള ഒരു ഇമോഷണൽ കോമ്പൻസേഷൻ. അതിന് സമയവും സാവകാശവും എടുക്കും. അതിനുള്ള ക്ഷമ നിന്റെ ഭാഗത്തുനിന്നുണ്ടായേ പറ്റൂ. ഗീതയും അതേ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. അമ്മ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോയാ അതാ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതും എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിന് ഈ കല്യാണ ആലോചന ഒരു കാരണമായേക്കും. രണ്ടിലൊരാളുടെ തീരുമാനമേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. അത് ആരുടെ തീരുമാനമായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മനസ്സുകൊണ്ട് ഞാനും നിന്റെ അമ്മയെ ആഗ്രഹിക്കുന്നത് നിന്റെ ജയം തന്നെയാണ്. എന്നുവെച്ച് VPയുടേത് ഒരു തോൽവി ആകുകയും ചെയ്യരുത്.
ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ കോമ്പൻസേഷന്റെ പ്രസക്തി. അധികം മുറിവേൽപ്പിക്കാതെ VP ഈ സത്യം അംഗീകരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണത്. അതിനു വേണ്ടുന്ന സപ്പോർട്ട് നിന്റെ ഭാഗത്തു നിന്ന് ഗീതയ്ക്കുണ്ടാവണം. ഇനി VPക്ക് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിന്റെ എന്ത് സഹായത്തിനും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് അപ്പൂന് ഓർമ്മ വേണം കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങുക. ഇടയ്ക്ക് വിളിക്കാം മോളെ. ട്രെയിനിന് സമയമായി. ശരി. എന്താ അപ്പു, ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് നിനക്ക് കൺവിൻസ്ഡ് ആയോ? ആ ഡേവിഡേ, ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് വിളിച്ചത്. അതെ, ആ FDയുടെ കാര്യം തന്നെയാ. കഴിഞ്ഞ ദിവസം അത് മെച്ചൂറായി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിരുന്നു. അധികമൊന്നുമില്ല, 3 lakhs. അതെ അതെ, കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയായിരുന്നു. സർട്ടിഫിക്കറ്റോ? അത് നോക്കിയെടുക്കാം. വാട്സപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ, ഞാനിപ്പോൾ തന്നെ അയക്കാം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ശരിയടോ, നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ താനിന്ന് നോക്കി പറയണേ. ഇത് ഞാൻ ഇപ്പം തന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ. ഡോക്ടർ അരവിന്ദ് കുമാർ. ഇതെങ്ങനെ ഗീതയുടെ കയ്യിൽ വന്നു? മിസ്റ്റർ പണിക്കരോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം അപൂർവയും പിന്നെ ആ കുട്ടിയും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു എന്നത് സത്യം തന്നെയാണ്. ഒരു ഡോക്ടറോട്, എന്നെപ്പോലൊരു സർജനോട് ഇത്തരം ഒരു സർജറിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അതവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നെപ്പോലൊരു ഡോക്ടറുടെ കടമയാണ്. ഞാനത് ചെയ്തു. ദാറ്റ്സ് ഓൾ. അതിനപ്പുറം നിങ്ങളുടെ സമ്മതത്തോടെയാണോ അവർ വന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത് മറച്ചു വച്ചിട്ടാണോ അവർ ഈ വിസിറ്റ് നടത്തിയത് എന്നൊന്നും എനിക്ക് അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. അതൊന്നും ഡോക്ടറുടെ കൺസേൺ അല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു മേജർ സർജറിക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ ഫാമിലി ഹിസ്റ്ററി, അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെയാണോ
പേഷ്യന്റ് സർജറിക്ക് തയ്യാറാവുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ധാർമ്മികത ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു.